വേറൊരു സംഭവം ഉണ്ട്. അതായത് നമ്മളെ ഗ്യാൻ ഗെയിമിങ്, നമ്മളെ ഗ്യാൻ ബൈക്ക് ആക്സിഡൻ്റ് ആയി. ഓക്കെ, കുറേ പേർക്ക് അറിയുണ്ടാവും. കാർ ആക്സിഡൻ്റ് ആയി, ആളുടെ കാല് മുറിച്ച് മാറ്റി. അതേപോലെ തന്നെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയ ആൾ നല്ല രീതിക്ക് ഡൗൺ ആയി. ഓക്കെ, ആള് ഫ്രീ ഫയറിൻ്റെ ഒരു പാർട്ണർ പ്രോഗ്രാമുള്ള ഒരുത്തനാണ്. നമ്മളത് ആലോചിക്കണം, ആള് ഫ്രീ ഫയറിൻ്റെ പാർട്ണറാണ്. സോ ഈ ഒരു ടൈമിൽ ആൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിൽ, തീരെ വയ്യാതിരിക്കുന്ന ടൈമിൽ ആരെ സപ്പോർട്ട് നിൽക്കണം? നോർമലായിട്ട് ഫ്രീ ഫയറിൻ്റെ ആൾക്കാർ സപ്പോർട്ട് നിൽക്കണം അല്ലേ? പക്ഷേ അവിടെ ഉണ്ടായതെന്താണെന്ന് വെച്ചാൽ, ആളോട് പറഞ്ഞ വർത്താനം 3 ദിവസത്തിൻ്റെ ഉള്ളിൽ പുതിയ വീഡിയോ വരണം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള പേയ്മെൻറ്റ് കിട്ടൂലാന്ന്. ആളവിടെ വയ്യാതെ കാല് മുറിഞ്ഞ് അമ്മാതിരി ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവർ പോയിട്ട് സംസാരിക്കണ വർത്താനം അതാണ്. എന്ത്? നിങ്ങൾ 3 ദിവസത്തിൻ്റെ വീഡിയോ ഇടണം, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കിട്ടൂലാന്ന്. ആലോചിച്ച് നോക്കി, എന്ത് ചെറ്റത്തരാണത്? ഒരാൾ ലൈഫിന് വേണ്ടി പോരാടുന്ന ടൈമിൽ ഒരു പറഞ്ഞ വർത്താനാണ്. സീരിയസ്ലി വെറുത്ത് പോടാ, വെറുത്ത് പോകും. അതിൽ നമുക്ക് ഗ്യാൻ ബായിനെ കുറ്റം പറയാൻ ഒറ്റ അധികാരമല്ല. സീരിയസ്ലി പറയാലോ, എൻ്റെ മൈൻഡിൽ ഗ്യാൻ ബായി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെയാണ്.